പോട്ട് നമുക്കൊരു പ്രത്യേക രീതിയിലുള്ള ഒരു പെയിൻറ്റിങ് ഒന്ന് ചെയ്യാം. അപ്പോൾ അത് നമ്മളത് മൊസൈക്ക് പോട്ട് എന്നാണ് പറയുന്നത്. ഒരു മൊസൈക്ക് എഫക്റ്റ് കിട്ടുന്നൊരു പെയിൻറ്റിങ് ആണത്. അപ്പോൾ നമ്മൾ സാധാരണ പോട്ട് തന്നെ എടുത്തിരിക്കുന്നത്. അതിൽ ഡിസംബർ അടിച്ച് സാൻഡ് പേപ്പർ നന്നായിട്ട് അരച്ചിട്ട് അതിനെ സ്മൂത്താക്കി എടുത്തിട്ട് ഞാനിപ്പോൾ ഇതിൽ ചെയ്തിരിക്കുന്ന ഫാബ്രിക് പെയിൻറ്റ് തന്നെയാണ്. ഫാബ്രിക് പെയിൻറ്റ് ബ്ലാക്ക് കളറാണ് അടിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ വീണ്ടും ഫാബ്രിക് പെയിൻറ്റ് തന്നെയാണ് യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഫാബ്രിക് പെയിൻറ്റ് വൈറ്റാണ് ഞാൻ ഇതിന് എടുത്തേക്കുന്നത്. ഫാബ്രിക് പെയിൻറ്റ് ഇതുപോലെ ബോട്ടിലിൽ വാങ്ങിക്കാൻ കിട്ടും. ഇതിപ്പോൾ നമ്മൾ ബോട്ടിലിൽ നിന്ന് നേരിട്ട് നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു പ്ലേറ്റിലേക്ക് പെയിൻറ്റ് കുറച്ചും കൂടെ ഒഴിച്ചെടുക്കുക. ആവശ്യത്തിന് കുറേശ്ശെ ഒഴിച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കിറ്റുകൾ ഇതിപ്പോൾ എല്ലാവർക്കും കിട്ടും. നമുക്ക് പ്ലാസ്റ്റിക് കിറ്റ് എല്ലായിടത്തും കിട്ടുന്നതാണ്. ഇതൊക്കെ നമ്മൾ ഇത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അത്ര കട്ടിയുള്ളത് വേണ്ട, കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ചുളുക്കി അങ്ങ് എടുത്തിട്ട് നമ്മൾ കയ്യിലോട്ട് ഇങ്ങനെ ചുരുട്ടി പിടിക്കണമില്ല. ഇത് എളുപ്പമാണ്. ആദ്യം ചിലപ്പോൾ ചെയ്യുമ്പോൾ അത്ര നന്നായിട്ട് വരില്ല, എന്നാലും ഒരു 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നല്ല ഭംഗിയിൽ വന്നോളും. അപ്പോൾ നമ്മളിത് പെയിൻറ്റിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് അവിടെ തന്നെ നമ്മളൊന്ന് പതുക്കെ ഒന്ന് ആ പ്ലേറ്റിൽ തന്നെ ഒന്ന് പതുക്കെ ഒന്ന് കുത്തി ഇങ്ങനെ വെച്ചിട്ട് പിന്നെ നമ്മളൊന്ന് അടിയിലൊന്ന് കുത്തി നോക്കുക. എന്നിട്ടും നല്ല കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയാണ് ഇതിൻ്റെ പ്രിൻ്റ് വരേണ്ടത്. നമുക്ക് ഡിസൈൻ വരേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ വല്ലാണ്ട് കട്ടിക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മളത് അങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പ്ലേറ്റിൽ തന്നെ കുത്തുന്നതും. പിന്നെ ഇതിൻ്റെ അടിഭാഗത്തായിട്ടൊന്ന് കുത്തിയൊന്ന് നോക്കിയിട്ട് പതുക്കെ മുകളിലേക്ക് കയറി വന്നാൽ മതി. ഇതുപോലെയാണ് നമ്മൾ ഇത് മൊസൈക്ക് പോട്ട് ചെയ്യണത്. ഞാനത് നേരത്തെ ഒരു TV ഷോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടുണ്ടാവും പലരും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണ് ഈ കളർ എടുത്തിരിക്കുന്നത്. കോൺട്രാസ്റ്റ് കളേഴ്സ് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തെടുക്കും. ഇപ്പോൾ റെഡ്, ക്രീം അങ്ങനത്തെ കളേഴ്സ് അല്ലെങ്കിൽ ഗ്രീൻ കളർ എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇതുപോലെ നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അധികം സമയമൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് തീരും. ഇപ്പോൾ ഒരു പോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അധികം സമയം വേണ്ട, നമുക്ക് അധികം പെയിൻറ്റ് ആവശ്യം വരില്ല. നമ്മളിങ്ങനെ കുത്തി കുറച്ച് ക്ഷമിച്ച് ചെയ്താൽ മതി. അത് നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏരിയയിൽ അത് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണ്, അതിൻ്റെ ചുളുക്കുന്ന എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കിറ്റ് മാറ്റി എന്തായാലും ആ കിറ്റ് മാറ്റിയിട്ട് വേറെ എടുക്കുക. അല്ലെങ്കിൽ ഇതിനെ തന്നെ നമുക്ക് ഇങ്ങനെ കൂടെ മറിച്ച് പിടിച്ചിട്ട് നമുക്ക് ചെയ്യാനേ ഉള്ളത്. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ തന്നെ മറിച്ചെടുത്തിട്ട് നമുക്ക് പതുക്കെ ഇങ്ങനെ എടുത്ത് വീണ്ടും ചുളുക്കി നമുക്ക് ചെയ്യാം. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനെ കുറച്ച് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക് തന്നെ ഒന്നുകൂടെ കറക്റ്റ് ലൈനിൽ നമ്മൾ ഫാബ്രിക് പെയിൻറ്റ് തന്നെ ഒന്നുകൂടെ അടിച്ച് കൊടുത്തിട്ട് പിന്നെ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് അതിനെ വാർണിഷ് അടിക്കാം. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഇത് ഉണങ്ങണം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടൊരു പോട്ട് കാണിച്ചു തരാം. ഇത്രേ ഉള്ളൂ, നമ്മൾ വർക്ക് അത്രേ നമുക്ക് വരുന്നുള്ളൂ. ഇതിപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഉണങ്ങി ഞാൻ ക്ലിയർ വാർണിഷും അടിച്ചിട്ടുണ്ട്. ഇതിൽ ക്ലിയർ വാർണിഷ് അടിച്ച് നന്നായിട്ട് ഉണങ്ങി. ഇതിപ്പോൾ നമ്മൾ ക്ലിയർ വാർണിഷ് അടിക്കുമ്പോൾ ഈ വൈറ്റ് കളറൊക്കെ കുറച്ചൊരു യെല്ലോയിഷ് ആയിട്ട് വരും. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു ഭംഗിയായിരിക്കും നമുക്ക്. ഇപ്പോൾ ഗ്രീൻ ബോർഡർ വെച്ചിട്ട് നമ്മൾ ഗ്രീൻ കളർ അടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്തൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണിത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം.